Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ലഞ്ചൊക്കെ കഴിച്ചോ? Yes, ma'am. Good afternoon, ma'am. കഴിച്ചു. Good എല്ലാവരും afternoon. ലഞ്ച് കഴിച്ചു. മഴ പെയ്യുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ ശ്രുതി. ഇല്ല മാം, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ അല്ലേ? അല്ല, കഴിച്ചിട്ടില്ല. പോയി വന്ന വഴിയാണ്. അതെയോ? ഓക്കെ. മഴ പെയ്യുന്നുണ്ടോ? വെയിലാണോ? നല്ല വെയിലാണ്. വെയിലാണ്. ഇപ്പൊ വെയിലൊക്കെ പോയി, മഴ വരാൻ പോകുന്നു. അതെ അല്ലേ? ഓക്കെ. ഞാൻ ഫുഡ് കഴിച്ചു. ബണ്ണാണ് കഴിച്ചത്. ചായയും ബണ്ണും കഴിച്ചു. ഇവിടെ ഓഫീസിൽ ചായ തിളപ്പിച്ച് കുടിച്ചു, ബണ്ണ് കഴിച്ചു. ചോറ് തിന്നാൻ തോന്നിയില്ല, അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. മഴയൊന്നുമില്ല. എന്റെ വീട് ഇവിടെ പറവൂര് തന്നെയാ, നോർത്ത് പറവൂര് തന്നെയാ. ഞാനും പറവൂരാണ്. പറവൂര് എവിടെയാ? മുണ്ടുരുത്തി. മുണ്ടുരുത്തി അല്ലെ? എന്റെ വീട് വലിയ വല്ലന്തുരുത്ത് എന്ന് പറയും. അറിയാം. ഞാൻ ആ വെടിമറ ഉള്ളിൽ കൂടെ വരുന്ന വഴി, താണിപ്പാടം മുണ്ടുരുത്തി. ഓക്കെ, അവിടെയാണ് അല്ലേ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച വരാൻ പറ്റിയില്ല. ഷമിസാണ് നമുക്ക് എടുത്തത്. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. എന്താ? പ്രയർ ചൊല്ലിയില്ല. പ്രയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തണ്ടേ? എന്റെ പേരറിയോ നിങ്ങൾക്ക്? അപർണ മിസ് അല്ല കേട്ടോ. അപർണ മിസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ബുധനാഴ്ചയാണ് എന്റെ ക്ലാസ് വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് പ്രയർ ചെയ്യുന്നത്? റുക്സാന. റുക്സാന. ഓക്കെ, റുക്സാന പ്രയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. അനുഗ്രഹ പൂമഴ പൊഴിയോ, അനവരതം കൃപ ചൊരിയോ, അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹം മുദിയേ. അനുഗ്രഹ പൂമഴ പൊഴിയോ, അനവരതം കൃപ ചൊരിയോ, അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹം മുദിയേ. അഖിലവുമലിവായി തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ, അവികല ജീവൻ ഉറവിടമേ, അതുലതയാമയനേ. അനുഗ്രഹ പൂമഴ പൊഴിയോ, അനവരതം കൃപ ചൊരിയോ, അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹം മുദിയേ. അനുഗ്രഹ പൂമഴ പൊഴിയോ. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. പ്രയർ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു ഇനി മാം. എന്താ ചെയ്യുന്നത് നിങ്ങള്? സൈൻ ഇൻ പറയും മാം, പിന്നെ തോട്ട് ഓഫ് ദി ഡേയും. സൈൻ ഇൻ പറയണം, തോട്ട് ഓഫ് ദി ഡേയും അല്ലേ? ഓക്കെ, സൈൻ ഇൻ ചെയ്തോളൂ. ഓക്കെ മാം, എന്റെ പേര് റോസ്മേരി എന്നാണ്. ഞാനാണ് സൈൻ ചെയ്യുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. മൈ നെയിം ഇസ് റോസ്മേരി. യു ആർ ഓൾ വെൽക്കം, റെസ്പെക്റ്റഡ് ടീച്ചർ, ടു അവർ ക്ലാസ്. I'm so happy to see you together here. I hope the class will be great and successful. I hope you will all enjoy the class. Have a great day, ma'am.
സൈൻ തോട്ട് ഓഫ് ദി ഡേ ഞാൻ തന്നെയാണ് പറയുന്നത്. റോസ്മേരി. ഓക്കെ, ഇന്നത്തെ തോട്ട് ഓഫ് ദി ഡേ: ഹാർഡ് വർക്ക് ക്വയറ്റ്ലി ബീറ്റ്സ് ടാലന്റ് ദാറ്റ് റെഫ്യൂസസ് ടു ഷോ അപ്പ്. അതായത് നാച്ചുറൽ സ്കില്ല് നമുക്ക് നല്ലതാണ്, പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് ശരിയായ വിജയം ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. താങ്ക് യു. ഇനി ആണെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലും പാടുന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. കഥ പറയാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ആക്ഷൻ സോങ് ചെയ്യാം, പാട്ട് പാടാം, കഥ പറയാം, മിമിക്രി കാണിക്കാം, ഡാൻസ് കളിക്കാം, ഇഷ്ടപ്പെട്ടതൊക്കെയും ചെയ്യാം. അതാണ് ഈ പ്ലാറ്റ്ഫോം. എല്ലാവരും തമ്പ് ചെയ്യുന്നുണ്ട്, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, പറയുന്നില്ല ഒന്നും. ചെയ്യുന്നുണ്ടോ? എത്ര പേര് ചെയ്യുന്നുണ്ട്? അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. ആ, എന്റെ ക്ലാസ്സിൽ വരുമ്പോ നിർബന്ധമായിട്ടും ആരെങ്കിലും ഒരാള് പാട്ടോ കഥയോ ആക്ഷൻ സോങ്ങോ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ ബോറടിക്കില്ലേ? ഇടയ്ക്ക് ഒരു മെന്റൽ റിലീഫ് ഒക്കെ വേണ്ടേ അല്ലേ? പാട്ടും കഥയും ഡാൻസും ഒക്കെ കാണണ്ടേ? ആ, ഫസ്റ്റ് ലൈവ് ക്ലാസ് ആണ് സ്നേഹ. ഓക്കെ, എന്റെ ക്ലാസ് ആണ് കേട്ടോ. അറിയാം. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മിസ്സിന്റെ ക്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് 24 ആയിരുന്നു തോന്നുന്നു. 23, 24. അതെ. എല്ലാവരും പാട്ടുകാരാവും. ഈ കോഴ്സ് കഴിയുമ്പോ എല്ലാവരും പാട്ടുകാരാവും. നോക്കിയോ, ഞാനാ പറയുന്നേ. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഉള്ളവരാണോ? അല്ലെങ്കിൽ നമുക്കറിയാം പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ പല ജില്ലകളിൽ നിന്ന് ഉള്ള കുട്ടികളാണ് നിങ്ങൾ? വയനാടാണ്. ഓക്കെ, എറണാകുളം, കൊല്ലം, കണ്ണൂരുണ്ട്, മലപ്പുറം ഉണ്ട്, പാലക്കാട് ഉണ്ട്. ഒരാള് പറയുന്നു പാട്ട് പാടാൻ അറിയില്ല. പാട്ട് പറയാൻ അറിയാത്ത ആൾക്ക് കഥ പറയാൻ അറിയുന്നുണ്ടാവും, കഥ പറയാൻ അറിയാത്ത ആൾക്ക് വരയ്ക്കാൻ അറിയുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും, ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവില്ല. അപൂർവം ചിലർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാകും. പക്ഷെ ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിവിടെ പ്രസന്റ് ചെയ്താൽ മതി. ഹൈദരാബാദിൽ നിന്നുണ്ട്, പാലക്കാട്. ഹൈദരാബാദിലെ സെറ്റിൽ ആയിരിക്കുവാണോ? ഹൈദരാബാദിലാ. ആ, അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെ പോകുന്നു? ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു മാം. നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലേ? എല്ലാരും മനസ്സിലാവുന്നൊക്കെ ഉണ്ടല്ലോ? ആ, നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ജിഷ്ണ മിസ് കയറിയിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച അല്ലെ? എന്താ പറഞ്ഞത്? മോഡേൺ കൺസെപ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ, ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞായിരുന്നോ? വെൽനെസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ലെ? ആ, എന്താണ് വെൽനെസ്? വെൽനെസ് എന്താ? രോഗമില്ലാത്ത അവസ്ഥ. രോഗമില്ലാത്ത അവസ്ഥ. നിങ്ങളൊക്കെ വെല്ലാണ്? നിങ്ങളെല്ലാവരും വെല്ലാണോ? അല്ല. അല്ല അല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ ജീവിതത്തില്? അപ്പൊ വെല്ലാവാനായിട്ട് പറ്റില്ല അല്ലെ? ഉണ്ട്. ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ സൊസൈറ്റി മൂലമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു കാരണവശാല് എപ്പോഴെങ്കിലും വെല്ലാവുകയാണെങ്കിൽ തന്നെ അപ്പൊ തന്നെ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വരും അല്ലെ? ദൈവം എപ്പോഴും മനുഷ്യരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകില്ല. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങള്
ഏതെങ്കിലും ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എപ്പോഴും നല്ല സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് അതാണല്ലോ എടുക്കുന്നത്. അതെ, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് അതാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതിനൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഈ ക്ലാസ്സിൽ പറയാനായിട്ട്. ഓക്കെ, അപ്പോ എല്ലാവരും വെല്ലാവില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളുള്ള ആളുകൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ജീവിതം തന്നെ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് എടുത്തു നോക്കിയേ. എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത ഏതെങ്കിലും ദിവസങ്ങൾ ഉണ്ടാവാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇല്ല. ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റൊരു പ്രശ്നം വരും, അല്ലെ? അങ്ങനെയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്, അങ്ങനെയാണല്ലേ? അപ്പോ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഒരു ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ നമുക്ക് ആദ്യം എന്താ വേണ്ടേ? സമാധാനം, ആരോഗ്യം വേണം, സമാധാനം വേണം. ആരോഗ്യം വേണം, അല്ലെ? ആരോഗ്യത്തിന് തുടങ്ങാം, അല്ലെ? ആരോഗ്യം എന്നത് എന്താ? ആരോഗ്യത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്താ? ഹെൽത്ത് ശാരീരികവും മാനസികവുമായി നല്ല രീതിയിൽ അസുഖങ്ങളോ ശാരീരികവും മാനസികവുമായി നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകുന്ന രീതി. അതെ അതെ. ഹെൽത്ത് ഈസ് എ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. എന്താണ് മോളെ? ശാരീരികമായിട്ട് ഉള്ള ഇതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നിയത് ശാരീരികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിന് ബലം ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അസുഖങ്ങളായിട്ട് പോണ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കെപ്പോഴും മാനസികമായിട്ടുള്ള ഇതാണ് ഞാൻ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത്. അല്ലേ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, WHO പറഞ്ഞതാ. ലോകാരോഗ്യ സംഘടനയിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ഡെഫിനേഷൻ ആണ് കേട്ടോ. ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതായത് ആരോഗ്യം എന്നത് പൂർണ്ണമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിന്റെ അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ പൂർണ്ണമായിട്ടും, അതായത് നമ്മൾക്ക് ഹെൽത്ത് വേണമെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആകണം, മെന്റലി നമ്മൾ ഓക്കെ ആവണം, സോഷ്യലി നമ്മൾ ഇന്ററാക്റ്റഡ് ആവണം. ഈ 3 കാര്യങ്ങളും ഒന്ന് ചേർന്നാലാണ് എന്തുണ്ടാവുക? നമുക്ക് ഹെൽത്ത് ഉണ്ടാവുക. പുറമേ നിന്ന് നോക്കുമ്പോ ഒരാള് ഫിറ്റ് ആണ്, ഓക്കെ ആണ്, ആവശ്യത്തിന് ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, സ്ട്രക്ചർ ഒക്കെ അടിപൊളിയാ, ഓക്കെ, കാണാനും ഓക്കെ, പക്ഷെ രോഗങ്ങൾ ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. അവരെ നമുക്ക് ഹെൽത്തി ആണെന്ന് പറയാനായിട്ട് പറ്റുമോ? ഇല്ല, അല്ലെ? പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ഫിസിക്കൽ ഹെൽത്ത്, നമ്മള് ഹെൽത്ത് വൈസ് നമ്മൾ നോക്കുമ്പോ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടും നമുക്ക് വെൽബീയിങ് അല്ലെങ്കിൽ നമുക്ക് വെൽനസ് ഉണ്ടാവുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഫിസിക്കൽ ഹെൽത്ത് എന്നത് രോഗമില്ലാതിരിക്കുക അല്ലെങ്കിൽ പരിക്കുകൾ ഇല്ലാതിരിക്കുക എന്നിങ്ങനെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഫിസിക്കൽ ഹെൽത്ത് കേട്ടോ, നമ്മുടെ ശാരീരിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കുക, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഇല്ലാതിരിക്കുക. ഇതാണ് ഫിസിക്കൽ ഹെൽത്ത്. ഹെൽത്ത് അല്ല കേട്ടോ, ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഓക്കെ ആവണം, മെന്റലി ഓക്കെ ആവണം, സോഷ്യലി ഓക്കെ ആവണം. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോ അത് ശാരീരിക ആരോഗ്യമാണ്. അതായത് നമുക്ക് രോഗങ്ങൾ ഇല്ലാതിരിക്കുക, നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കുക. ഇതുവരെ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഹെൽത്ത് ഈസ് എ വെൽത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരോഗ്യമാണ് നമ്മുടെ വെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ? ഹെൽത്തി മൈൻഡിനെ ബോഡി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ആരോഗ്യമുള്ള ശരീരത്തിനെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം?
നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്? എക്സസൈസ് ചെയ്യാം, ബാലൻസ് ലൈഫ്. നമ്മൾ ഡെയിലി ഇൻടേക്ക് ചെയ്യുന്നത് എന്താ? നമ്മൾ ഡെയിലി ഒരു സാധനം എന്താ നമ്മൾ ഡെയിലി ചെയ്യുന്നത്? നമ്മൾ ഫുഡ് കഴിക്കണം നല്ല ഫുഡ് കഴിക്കണം അല്ലെ? അത് നമ്മൾ ഫുഡ് കഴിക്കണം അല്ലെ? നല്ല ഭക്ഷണം കഴിക്കണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സുബി പ്രതീഷ് പറഞ്ഞേ, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? സുബി പ്രതീഷ് നന്നായിട്ട് ഫുഡ് കഴിക്കണം, പിന്നെ എക്സസൈസ്, പിന്നെ നല്ലൊരു ഉറക്കം വേണം. എന്നാലേ നമുക്ക് ഫുള്ളായിട്ട് ഒരു ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടീനെ കറക്റ്റ് ആയി കൊണ്ടുപോകണം. അതായത് നല്ല ഭക്ഷണം. മ്യൂട്ട് ചെയ്ത നിങ്ങളൊന്ന്, ഞാൻ ചോദിക്കുന്നവര് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും നമുക്ക് ലൈവ് ക്ലാസ്സിലും റെക്കോർഡ് ക്ലാസ്സിലും ഒക്കെ. അതുകൊണ്ടാണ്. അപ്പൊ നല്ല ഭക്ഷണം കഴിച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കഴിച്ചാൽ ഹെൽത്തി ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരുവിധം പറ്റില്ലേ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് അതായത് ഭക്ഷണമാക്കി ഉൾപ്പെടുത്തി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ബോഡിയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം അല്ലെ? പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യണം അല്ലെ? നമ്മൾ ചെയ്യാറുണ്ടോ? ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ടോ? ഉണ്ട്. ചിലവർ ഉൾപ്പെടുത്താറുണ്ട്, ചിലവർ ഉൾപ്പെടുത്താറില്ല അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ബോഡിയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. നല്ലൊരു എക്സസൈസ് ചെയ്യുക അല്ലെ? നമുക്ക് ഇഷ്ടം പോലെ എക്സസൈസ് ഉണ്ട് അല്ലെ? നമ്മുടെ മസിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സസൈസ് ചെയ്യുന്നത് അല്ലെ? ഫാറ്റ് ബേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും മസിലിന്റെ ഗ്രോത്ത് ആണ്. അതായത് നമുക്ക് വയസ്സ് കൂടുന്തോറും നമ്മുടെ മസിൽ വീക്ക്നെസ് ഉണ്ടാകും അല്ലെ? മസിലിന് എന്തുണ്ടാകും? ബലക്ഷയം സംഭവിക്കാം. അപ്പൊ അതിനെ എന്താണ് കുറച്ചും കൂടി നല്ല രീതിയിൽ അതിന്റെ റിപ്പയറിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറയുന്നത്? എക്സസൈസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ നല്ല എക്സസൈസ് ചെയ്യുക, മസിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. പല രീതിയിലാണ് എക്സസൈസുകൾ ഉണ്ടാവുക അല്ലെ? ഏതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസുകൾ? നിങ്ങൾ എന്തൊക്കെ ചെയ്യും? റണ്ണിങ്. മിനിഷ പറയും. മിനിഷ എന്ന് പറയും. സ്വിമ്മിങ് ചെയ്യാം, സ്വിമ്മിങ് ചെയ്യാം, പിന്നെ നമ്മൾ വാക്കിംഗ് ചെയ്യാം, വാക്കിംഗ് ചെയ്യാം, റണ്ണിങ് ചെയ്യാം. പിന്നെ പറ്റുന്ന രീതിയിൽ നമുക്ക് എക്സസൈസ് ഇങ്ങനെ കൈ ഇങ്ങനെ വീശി ഇതാക്കാം. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. അതെ. സൈക്ലിംഗ് ചെയ്യാം, ജോഗിങ് ചെയ്യാം, യോഗ ചെയ്യാം, ജിമ്മിൽ പോവാം അല്ലെ? മെഡിറ്റേഷൻ ചെയ്യാം, ജോഗിങ്ങിന് പോവാം. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബാഡ്മിന്റൺ കളിക്കാം, ഫുട്ബോൾ കളിക്കാം. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഓക്കെ. അപ്പൊ എക്സസൈസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരേപോലെയുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് പാടില്ല അല്ലെ? കാരണം ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെന്റ് ആണ് അല്ലെ? ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും 2 കണ്ണും 1 മൂക്കും 2 ചെവിയും 2 കൈയും 2 കാലുമാണുള്ളതെങ്കിൽ കൂടിയും അവരുടെ ബോഡി സ്ട്രക്ചറും മുടിയുടെ സ്റ്റൈലും കണ്ണിന്റെ വലിപ്പവും മൂക്കിന്റെ വലിപ്പവും ഇതൊക്കെ ഡിഫറെന്റ് ആണ് അല്ലെ? അതുപോലെ തന്നെ അവരുടെ ബോഡിയും ഡിഫറെന്റ് ആണ്. ഓക്കെ. അപ്പോ അവരുടെ ഏജ്, അതായത് ഓരോരുത്തരുടെ പ്രായം, അവരുടെ ബോഡി ടൈപ്പ്, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് കൊടുക്കുക? എക്സസൈസുകൾ കൊടുക്കുക. ചിലർക്ക് ജിമ്മിൽ പോകാനായിട്ട് സാധിച്ചെന്ന് വരില്ല, ചിലവർക്ക് യോഗ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ? ചിലവർക്ക് സ്വിമ്മിങ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ? എല്ലാവർക്കും എല്ലാ എക്സസൈസുകളും ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ജിമ്മിൽ പോയി കഴിഞ്ഞാല് നമ്മുടെ
കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എക്സസൈസ് ആണ് ജിം ട്രെയിനർ നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുക. അല്ലെ, നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാ, അവര് നമ്മൾക്ക് എക്സസൈസ് ചിട്ടപ്പെടുത്തി തരിക. അല്ലെ, അപ്പൊ നല്ല ഫുഡ് കഴിച്ച് നല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അസുഖങ്ങളില്ലാതെ അല്ലെങ്കിൽ പരിക്കുകളില്ലാതെ ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ബോഡിയെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അധികം തട്ടുകേടൊന്നും ഇല്ലാതെ ജീവിച്ചു പോകാം. അല്ലെ, ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാറുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളും ചെയ്താൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെയാണ് കേട്ടോ. ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെയാണ്. നോക്കുമ്പോ കുഴപ്പമില്ല. മാം, നമ്മള് വീട്ടിൽ ചെയ്യുന്ന ജോലിയും ഒരു എക്സസൈസ് അല്ലേ? അതായത് ഇപ്പൊ തൂക്കുക, തുണി കഴുകുക, അതൊക്കെയും. അതെ, എക്സസൈസ് ആണ്. പിന്നെ നമ്മുടെ മസിൽ ഗ്രോത്തിനും പിന്നെ നമ്മുടെ ഫാറ്റും കാര്യങ്ങളൊക്കെ ബേൺ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എന്താണ്, സ്വെറ്റ് ചെയ്ത് പോണം എന്നാ പറയാ, വേർത്ത് പോണം. അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. വീട്ടിൽ ചെയ്യുന്ന ജോലികളിൽ നമ്മൾ വേർത്ത് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു എക്സസൈസും കൂടി ചെയ്യണം എന്നാ പറയുന്നത്, മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കേട്ടോ. സ്ത്രീകള് പ്രത്യേകിച്ചും 30 കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാവർക്കും മനസ്സിലായോ എന്താണെന്നുള്ളത്? നല്ല ഭക്ഷണം കഴിക്കുക. ഭക്ഷണം എങ്ങനെയാ കഴിക്കുന്നേ? ഭക്ഷണം എങ്ങനെയാ കഴിക്കുന്നേ? നല്ല ന്യൂട്രീഷ്യസ് ഹെൽത്തി ഫുഡ്. ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്. ആ, ഹെൽത്തി ഫുഡാണ് ഡയറ്റ് എല്ലാവരും ഉൾപ്പെടുത്താറുണ്ട്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ ഉണ്ടാവാറുണ്ട് ഫുഡില്. അല്ലെ, ബാലൻസ്ഡ് ഡയറ്റ് ആണ്, സമീകൃത ആഹാരമാണ് കഴിക്കുന്നത്. അല്ലെ, ഓരോരുത്തരുടെ ഏജിനനുസരിച്ചിട്ടുള്ള, അതായത് അവരുടെ ബോഡി ടൈപ്പ്, അവർക്ക് എന്തെങ്കിലും, എല്ലാവർക്കും പ്രോട്ടീൻ കഴിച്ചാല് ചിലർക്ക് പ്രോട്ടീൻ കഴിച്ച ചിലപ്പോൾ പ്രശ്നവും. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്ക് പറ്റില്ല. അപ്പൊ ഡോക്ടേഴ്സ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് അവരവരുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നൈറ്റ് ഓവർ ഫുഡ് കഴിക്കാനായിട്ട് പാടില്ല. കൃത്യസമയത്ത് കൃത്യമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിപ്പ് ചെയ്യാതെ കഴിക്കുക. അല്ലെ, എല്ലാ സമയം, അതായത് എല്ലാ ദിവസവും ഒരേ സമയം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഫുഡില് ഇലക്കറികള്, പച്ചക്കറികള്, പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് അല്ലേ വെള്ളം? വെള്ളം ഇമ്പോർട്ടന്റ് ആണ്. വെള്ളം നന്നായിട്ട് കുടിക്കുക. അല്ലെ, ഇതൊക്കെ ഒരുവിധം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണ്, അതിന്റെ കൂടെ എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ഓക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കാം. പിന്നെ ബേക്കറി ഐറ്റംസ് പരമാവധി സ്കിപ്പ് ചെയ്യുക, അതായത് ഒഴിവാക്കി കളയുക. ബേക്കറി ഐറ്റംസ് അധികം കഴിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണ്? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഞാൻ പറഞ്ഞു. ഇപ്പോ ഇനി അടുത്തത് നമ്മൾക്ക് പറയാനുള്ളത് മെന്റൽ ഹെൽത്ത് ആണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മാനസികമായിട്ടുള്ള ആരോഗ്യം. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലെ, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പലവിധ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മനസ്സാണ് എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. അല്ലെ, മനസ്സെന്ന് പറയുന്നത് നിഗൂഢമാണ്. എപ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് മനസ്സ്. അല്ലെ, ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്. പിന്നെ ചെറിയ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താങ്ങാനാകാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അല്ലെ, അപ്പോ ഇത്തരത്തില് നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഒരുവിധം ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്തും കുറച്ച് ഓക്കെ ആവും കേട്ടോ. മുഴുവനായിട്ടല്ല ഞാൻ പറയുന്നേ, കുറച്ചെങ്കിലും നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയാലും മെന്റൽ ഹെൽത്ത് അതിന് പുറകെ താനെ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് വരും. കുഴപ്പമില്ലാതെ പോകും. മ്യൂട്ട് ചെയ്യൂ.
അപ്പൊ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ആൻസൈറ്റി എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്, ഡിപ്രഷൻ ഉണ്ട്, പിന്നെ ചെറിയ വിഷമങ്ങൾ പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ നേരിടാറുണ്ട് അല്ലെ. ചില ആളുകൾ പെട്ടെന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പറയാ വിഷമം വന്നിരിക്കും അല്ലെ, വറിയാകും. അങ്ങനെയുള്ള ആളുകളില്ലേ നിങ്ങളുടെ കൂട്ടത്തില്? നിങ്ങൾ തന്നെ അങ്ങനെയുള്ള ആളുകളില്ലേ? ആ ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മള് ശരിയായിട്ട് ഉറങ്ങാതിരിക്കുക, ഉറക്കം കിട്ടാതിരിക്കുക. ഉറക്കം കിട്ടിയില്ലെങ്കിലും അത് മനസ്സിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല. നന്നായിട്ട് നമ്മൾ ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് എണീക്കാനായിട്ട് സാധിക്കും അല്ലെ, അങ്ങനെയല്ലേ? നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രഷ് ആയിട്ട് എണീക്കാം. ആ ദിവസം മൊത്തം എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ നല്ല ഉറക്കം മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, അത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മള് ഒരു എന്താ പറയാ സാമൂഹ്യ ജീവിയാണ് അല്ലെ, സോഷ്യൽ അനിമൽ എന്ന് പറയും. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. സമൂഹവുമായിട്ട് നമ്മൾക്ക് എന്ത് വേണം? ഇന്ററാക്ഷൻ വേണം. ആളുകളുമായിട്ട് നമ്മൾ ഇടപെടണം. എല്ലാവരും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ട്. അപ്പൊ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളിൽ എന്താണ് മെന്റൽ ഹെൽത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെന്റലി അവർ ഹെൽത്തി ആണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്താ പറയാ ഒട്ടും സംസാരിക്കാതെ സൊസൈറ്റിയുമായിട്ട് ഇടപെടാത്ത ആളുകളില് നമുക്ക് മെന്റൽ ഹെൽത്ത് കുറവുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് കേട്ടോ, പഠനങ്ങൾ പറയുന്നതാണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? ഒരാള് പറയും. വായന, നല്ല നല്ല കഥകളായിട്ട് വായിക്കുക, ബുക്കുകള്, മെഡിറ്റേഷൻ ചെയ്യാം. മതി. ദിവ്യ പറഞ്ഞേ അത് ചെയ്യണം. ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് അത് മനസ്സിലാക്കുക, പിന്നെ അത് നിയന്ത്രിക്കുക. ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്താ പറയാ സമ്മർദ്ദമൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുക അവരവർക്ക് പറ്റുന്ന രീതിയിൽ. ദിവ്യ സുരേഷ്. നല്ല നല്ല ബുക്കുകൾ വായിക്കുക, അതുപോലെ നല്ല പാട്ടുകൾ കേൾക്കുക, പിന്നെ നല്ല ആൾക്കാരുമായിട്ട് നമുക്ക് മനസ്സിന് സമാധാനം തന്നെ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് വർത്താനം സംസാരിക്കുക. അതായത് അവര് നമ്മൾക്ക് കൂടുതൽ ഡിപ്രഷൻ തരാണ്ട് രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുക. അതിലൂടെയൊക്കെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കാം കുറെയൊക്കെ. ഓക്കെ ആക്കാൻ പറ്റും അല്ലെ. റഹാന എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. മറ്റുള്ളവരുമായിട്ട് നല്ല ഇന്ററാക്ഷൻ വേണം. അതിൽ നമുക്ക് പറ്റാത്ത ആൾക്കാരെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരോട് പോവുക. നമ്മളെ പറ്റാത്തവരായിട്ടാണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുള്ളതെന്ന് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ ഓരോന്നിലും എൻഗേജ് ആവണം. ഇപ്പൊ പച്ചക്കറി ഇടാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സോങ് കേൾക്കാനായിരിക്കും. മാക്സിമം ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളുടെ അത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വേണം. എന്നാലാണ് മെന്റൽ ഹെൽത്ത് ഓക്കെ ആവുള്ളൂ. മാം, പ്രാർത്ഥന ഒരു വലിയ കാര്യമാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേണം. ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലേ. നമ്മൾ പറയുന്നത് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും തുറന്നു പറയാൻ നമ്മുടെ മനസ്സിന്റെ ഒരു പാട് ഉണ്ടാവില്ല. പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം, കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം. യാത്ര ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് യാത്ര ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കൊടുക്കുക. അതെ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒന്നിനെ കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കാൻ പാടില്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? അപ്പോ ആക്റ്റീവായിട്ടിരിക്കുക. വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓവർ തിങ്കിങ് വരുന്നത്.
എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മളെ എൻഗേജ്ഡ് ആലോചിക്കാൻ സമയം കിട്ടുക. എന്തും വരുന്നിടത്ത് വെച്ച് കാണാനുള്ള മൈൻഡ് വേണം. നെവർ മൈൻഡ്. ചിലത് നമ്മ കണ്ടില്ലാന്ന് അടിക്കണം. അത് നമ്മളെ ബാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴത്തേനാണ് നമുക്ക് ഓവറായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കുക. ഇപ്പൊ പ്രാർത്ഥനയാണെങ്കിലും കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാന സന്തോഷം കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും ഉള്ളവര് നമ്മളെ ചിന്തിക്കും, നമ്മുടെ ഇഷ്ടം കൺട്രോൾ ചെയ്യും. മറ്റുള്ളവരെ കുറിച്ച് അധികം ടെൻഷൻ ആവാതെ നമ്മുടെ ഇഷ്ടങ്ങൾ മാക്സിമം പാട്ടാണെങ്കിലും യാത്രകളാണെങ്കിലും നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ആരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഡെസ്പായി പോവുക, അത് കിട്ടാതെ വരുമ്പോ. സാക്രിഫൈസ് ഒരു വാക്ക് മാറ്റണം. സാക്രിഫൈസ് ചെയ്ത് നമ്മള് ഒരു സാക്രിഫൈസ് ആവരുത്. നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങള് നമ്മൾ ഒഴിവാക്കി വിടുക. നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങള് നമ്മൾ ഒഴിവാക്കി വിടുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യുക. അത് ആരുടെ കൂടെ ഇരുന്ന് ചെയ്യാനാണ് ഇഷ്ടം, അല്ലെ ആരോട് സംസാരിക്കാനാണ് ഇഷ്ടം, അവരുടെ കൂടെ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാം. അതെ മാം, എല്ലാ കാര്യങ്ങളിലും ഇടപെടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളായിട്ട് തന്നെ നിക്കുക. മറ്റൊരു ഇതിനനുസരിച്ച് മാറാതെ നമ്മളുടെ ആ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് നിൽക്കുക. പിന്നെ ആരെയും ആവശ്യമില്ലാതെ വിശ്വസിക്കരുത്. ആവശ്യമുള്ളവരെ മാത്രം വിശ്വസിക്കുക. ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുമ്പോൾ ചിലപ്പോ അയാളിന് സന്തോഷം കിട്ടുള്ളൂ എന്ന് തോന്നുമ്പോ അത് നമുക്ക് പിന്നീട് വിഷമം. അപ്പൊ ഡിപ്പെൻഡൻസി കുറച്ചിട്ട് നമ്മൾ ഒരാളെ അമിതമായിട്ട് സ്നേഹിക്കും, അവരെ വിശ്വസിക്കും. അപ്പൊ നമ്മുടെ സെൽഫ് ലവ് അല്ലെങ്കിൽ നമ്മുടെ ടൈം, നമ്മുടെ എല്ലാം അവിടെ ചുമ്മാ വേസ്റ്റ് ആക്കും. കുറെ കഴിഞ്ഞ് ഈ പറഞ്ഞ ആളിൽ നിന്ന് നമുക്കൊന്നും കിട്ടാണ്ടാവുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. അങ്ങനെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഓരോ പ്രശ്നങ്ങൾ വരാം. ശരിയാണ്. മൈൻഡ് കൂളാക്കുക. നമ്മുടെ മക്കളുമായി സമയം ചെലവഴിക്കുക. അപ്പൊ കുറേയധികം കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചിലപ്പോ കമന്റ് ചെയ്തിട്ടുണ്ടാവും. കുറെ കമന്റ് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ, സോറി. അപ്പോ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക, നേച്ചറിന്റെ ബ്യൂട്ടി മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനാണ് കേട്ടോ. രാവിലെ എണീറ്റ് ചായ വെക്കാനും അരി വെക്കാനും ഓടരുത്. ആദ്യം കുറച്ചു നേരം എണീറ്റിട്ട് എന്ത് ചെയ്യണം, ജനലൊക്കെ തുറന്നിട്ടിട്ട് ഒരു ചായയൊക്കെ സിപ്പ് ചെയ്തിട്ട് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കണം, എൻജോയ് ചെയ്യണം. കുറച്ചു നേരം നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയമാണ് കേട്ടോ അത്. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നതാണത്. അപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് പാട്ടുകൾ കേൾക്കുക. ഓക്കെ, മൊബൈലിലെ പാട്ടുകൾ അല്ലെങ്കിൽ എന്തിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുക. ഓക്കെ, അപ്പൊ സ്ട്രെസ് ലെവൽ കുറച്ച് എന്താ പറയാ കുറഞ്ഞു വരും. സ്ട്രെസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് മറ്റു രോഗങ്ങൾ വരുത്താനായിട്ട് ഇടവരും. കൂടുതൽ നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അസുഖങ്ങൾ, ഫിസിക്കൽ ഡിസീസ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മളെ കുറച്ച് രോഗങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ നമ്മളെ ബാധിക്കുന്നത് എന്താണ്, ഈ സ്ട്രെസ് മൂലമാണ്. അപ്പൊ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പാട്ടുകൾ കേൾക്കുക, പിന്നെ വ്യായാമം ചെയ്യുക. അത് മെന്റൽ ഹെൽത്തിന് നല്ലതാണ്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് നല്ലതാണ്, നമ്മുടെ മെന്റൽ ഹെൽത്തിനും എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് സന്തോഷം തരും. ഓക്കെ, നമ്മളെ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശ്രമിക്കാന്നല്ല ചെയ്യുക. പിന്നെ നന്നായിട്ട് ഉറങ്ങുക. നേരത്തെ പറഞ്ഞതാണ്, ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് നീറ്റുള്ള ഉറക്കമല്ല കേട്ടോ, അത് നല്ല ഉറക്കമല്ല. സെറാട്ടോണിൻ എന്ന് പറയുന്നത് സന്തോഷ ഹോർമോൺ ആണ് കേട്ടോ.
കോർട്ടിസോൾ എന്ന് പറയുന്നത് ബാഡ് ഹോർമോണാണ്. അത് രണ്ടും ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ, അതായത് ഒരു ഡീപ് സ്ലീപ്പ് എന്ത് ചെയ്യാം ഉണ്ടാവും. അതായത് നല്ല ഭക്ഷണം കഴിച്ച് നല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ ഉറക്കവും കിട്ടും. അങ്ങനെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടും. അപ്പൊ സ്ലീപ്പ് 6 to 8 hours എങ്കിലും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. നമ്മുടെ ഉയരത്തിനും ഭാരത്തിനും അനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം കുടിക്കാന്നുള്ളത്, എല്ലാ ദിവസവും കുടിക്കുക. പിന്നെ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ലൊക്കെ പറയുന്നത്, എല്ലാവരും ഉദ്ദേശിച്ച് പറയുന്നതാണ്. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു ശീലം ഒഴിവാക്കുക, ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അങ്ങനെയുള്ള ബാഡ് ആയിട്ടുള്ള ഹാബിറ്റുകൾ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് നെഗറ്റീവ് ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് തോട്ട് പ്രോസസ് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് അല്ലെ. എന്ത് കാര്യവും ചിലപ്പോ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കളയും അല്ലെ. നെഗറ്റീവ് മൈൻഡുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളുണ്ട്, നമ്മുടെ റിലേറ്റീവ്സിനുള്ളിലുള്ള ആളുകളുണ്ട്, നമ്മൾ ഡെയിലി കാണുന്ന നെയ്ബേഴ്സില് നെഗറ്റീവ് തോട്ട് പ്രോസസ് ഉള്ള ആളുകൾ എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും നെഗറ്റീവ് മൈൻഡുള്ള ആളുകളുണ്ട്. അപ്പോ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ എന്താണ്, കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാനായിട്ട്, അയ്യോ അത് ശരിയാവില്ലേ, എപ്പോഴും എന്തെങ്കിലും ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അയ്യോ ഇത് ശരിയാവോ, ഞാൻ ചെയ്താൽ അത് ഓക്കെ ആവോ, അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നമ്മളെ കൊണ്ടുപോകും ഈ നെഗറ്റീവ് മൈൻഡ്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവ് ചിന്ത, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്ത് കാര്യവും എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എന്താണ് ഉണ്ടാവുക, ഹോപ്പ് ഉണ്ടാവും. അതായത് നമുക്ക് പ്രതീക്ഷ ഉണ്ടാകും. ആ നാളെ അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന് ഉള്ള ഒരു പ്രതീക്ഷ നമുക്ക് കൂടുതലായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ചില ആളുകൾക്ക് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട്, സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ഉറക്കം കൂടുതലായിരിക്കും. ഉറക്കം കൂടുതലുള്ള ആളുകൾ ഉണ്ടാവും, ഉണ്ട്. ചില ആളുകൾക്ക് ഉറക്കം കുറവായിരിക്കും. ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ചില ആളുകൾക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വിശപ്പ് കൂടുതലായിരിക്കും ഉണ്ടാവും. ചില ആളുകൾക്ക് വിശപ്പ് കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇത്തരത്തിൽ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്ന സിംറ്റംസുകളാണ് കേട്ടോ. പിന്നെ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് അവർ ചെയ്യുന്ന ജോലികൾ, അതായത് മെന്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ, നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ നമ്മൾക്ക് ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ശരിയാണോ പറയുന്നേ? നമ്മൾ ഏത് സമയം ഇത് തന്നെയല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? എന്താണോ നമ്മുടെ പ്രശ്നം അത് തന്നെയാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നുമില്ല. പാട്ട് കേൾക്കുന്നില്ല, നേച്ചറിന്റെ ബ്യൂട്ടി ആസ്വദിക്കുന്നില്ല, അല്ലെ, വ്യായാമം ചെയ്യുന്നില്ല. നമ്മൾ എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കും. അപ്പോ കൃത്യസമയത്ത് നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. പിന്നെ മറ്റുള്ളവരെ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ട് വരിക. മറ്റുള്ളവരെ കേൾക്കില്ല, ചിലപ്പോ ചെവി കൊണ്ട് കേട്ടെന്ന് വരാം, പക്ഷെ മനസ്സിലാക്കിയെന്ന് വരില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, ഇല്ലേ? ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലായിരിക്കും ശ്രദ്ധിക്കുന്നത്. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും വന്ന് പറയും, അപ്പൊ നിങ്ങൾ ശരി ശരി ഇങ്ങനെ തലയാട്ടും, പക്ഷെ അവര് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. മെന്റലി നമ്മൾ ഹെൽത്തി ആണെങ്കിൽ നമ്മൾ ഒരാൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ കേൾക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ധാരണകൾ ഉണ്ടാവുക. മറ്റുള്ളവരെ പറ്റി അതെങ്ങനെയാണ് മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ധാരണകൾ ഉണ്ടാകുന്നത്? അതായത് അവരിങ്ങനെയാണ്, അവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, നമ്മളത് ചിന്തിച്ചു വെച്ചേക്കുക. അവരിങ്ങനെയാണ്, നമ്മള് അയാളുടെ രൂപം അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുവാണ്. ഓക്കെ, അപ്പോ മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് ധാരണകൾ ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പൊ കഴുകി വെച്ച പാത്രമായിരിക്കും, അത് വീണ്ടും എടുത്ത് കഴുകുക. അലക്കി വെച്ച തുണിയായിരിക്കും, വീണ്ടും എടുത്ത് അലക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെന്റൽ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളിൽ വരുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, മനസ്സിലായോ?
അപ്പൊ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക, സ്ട്രെസ് കുറയ്ക്കാൻ പാട്ട് കേൾക്കുക, വ്യായാമം ചെയ്യുക. അതായത് നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, കുറച്ച് സമയം മാറ്റിവെക്കുക. നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൂടിയും നമ്മളത് കാര്യമായിട്ട് എടുക്കാറില്ല. ഈവൻ ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ ഞാൻ പോലും ചിലപ്പോ എന്റെ കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്, നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മള് കേട്ടെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. നാളെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. നാളെ രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം, വൈകിട്ട് എന്ത് ചെയ്യണം. അങ്ങനെ നമ്മുടെ ലൈഫ് ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ കുറേയധികം മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ യാതൊരു വ്യത്യാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, നമുക്ക് സക്സസ് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യുക, വരുത്തുക. നമ്മള് മെന്റലി ഓക്കെ ആണെങ്കിലാണ് നമ്മൾക്ക് സക്സസ് ഉണ്ടാവുക, നമുക്ക് വിജയങ്ങൾ അല്ലെങ്കിൽ ഉയരങ്ങൾ നമുക്ക് കീഴടക്കാനായിട്ട് സാധിക്കുക. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് പറഞ്ഞു, ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു, മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും, സോഷ്യൽ വെൽബീയിങ് അല്ലെ. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് ആരോഗ്യം ഉണ്ടെന്ന് WHO പറയുന്നത് അടിസ്ഥാനം ആവുള്ളൂ. ഓക്കെ, സോഷ്യലി വെൽബീയിങ് മീൻസ് വെൽനെസ്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കാര്യമായിട്ട് പരിഗണിക്കപ്പെടാതെ പോകുന്ന ചിലരുണ്ട്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാതെ പോകുന്ന ചിലവര്. നമ്മൾ നോക്കുമ്പോ ചില വ്യക്തികൾക്ക് നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകളായിരിക്കാം, നല്ല രീതിയിൽ റാങ്ക് മേടിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, നല്ല ജോലിയുള്ള ആളുകളായിരിക്കാം, നല്ല വീടുള്ള ആളുകളായിരിക്കാം, അത്യാവശ്യത്തിനുണ്ട്, അത്യാവശ്യത്തിന് വണ്ടികള്, വെഹിക്കിൾസ്, കാറും ബൈക്കും എല്ലാ തരത്തിലുള്ള, ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അയാൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോ നല്ല രീതിയിൽ റാങ്ക് മേടിച്ച ആള്, നല്ല ജോലിയുള്ള ആള്, നല്ല വീടുണ്ട്, ക്യാഷ് ഉണ്ട്, വാഹനമുണ്ട്, എല്ലാനും ഉണ്ട്. പക്ഷെ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അവരെ നമുക്ക് സോഷ്യലി വെൽബീയിങ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല അല്ലെ. പക്ഷെ ക്യാഷ് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ക്യാഷ് എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെ. അല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പണമുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. നമ്മൾക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. നമ്മുടെ മക്കള് നമ്മളോട് എന്തെങ്കിലും വന്ന് ചോദിക്കണം, അമ്മ എനിക്കിത് വാങ്ങിക്കണം, എനിക്കൊരു പേന വാങ്ങണം, 10 രൂപ തരുമെന്ന് ചോദിക്കണം. അപ്പൊ നമ്മുടെ അടുത്ത് എടുത്തു കൊടുക്കാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വേഗം ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കും, ചേട്ടാ ഒരു 10 രൂപ കൊച്ചിന്റെ അടുത്ത് കൊടുക്ക്, പേന വാങ്ങണം. അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സിൽ നിന്ന് നമ്മൾ അത് എടുത്തു കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മൾ ആരോട് ബെഗ് ചെയ്യേണ്ട, നമ്മൾ ബെഗ് ചെയ്യാണ് അല്ലെ, യാചിക്കാണ്. ആ 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹസ്ബൻഡിന്റെ ചോദിക്കുന്നത്. അപ്പൊ അവര് എന്ത് ചെയ്യും, നല്ല ഹസ്ബൻഡുമാരൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ കൊടുത്തോ, കൊച്ചിന് വേണ്ടിയിട്ടില്ല. ചിലവരാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. എല്ലാവരും ഒരേപോലെ അല്ല നമ്മുടെ സമൂഹത്തിൽ. ചില ആളുകൾ, എല്ലാവരും എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ആരോട് ചോദിക്കണ്ട. നമ്മളോട് വന്ന 10 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ, ഇന്നാ മോനെ 10 രൂപ നമുക്ക് കൊടുക്കാം അല്ലെ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാം, നമുക്ക് ഇഷ്ടം പോലെ ട്രാവൽ ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാം അല്ലെ. അപ്പോ 10 രൂപയുടെ വില, അത് 10 രൂപയുടെ വാല്യൂവിനേക്കാളും കൂടുതലാണ് നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ പണം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മൾ മരിക്കുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഭൂമിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ മരിക്കുവാണ്. മരിക്കുമ്പോ നമുക്ക് 6 അടി മണ്ണ് മാത്രമാണ് ഉള്ളത്, ഒന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. പക്ഷെ ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, പണം വേണം. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പക്ഷെ പണമുള്ള ആളുകൾ, അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് പണം ഉണ്ടെങ്കിൽ, കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റും.
നല്ല സിറ്റുവേഷനിൽ വളർന്നിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ച് പണം മതി, അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ ഇത് കൂടുതലുള്ള ചില ആളുകളുണ്ട്, പണം കൂടുതലുള്ള ആളുകള് അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൂടുതലുള്ള ആളുകൾക്ക്, ഇവർക്കൊക്കെ ചിലപ്പോൾ മനസ്സമാധാനം ഉണ്ടായെന്ന് വരില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസും കുറവായിരിക്കും. ഇങ്ങനെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഇല്ലാത്തവര് അല്ലെങ്കിൽ സാമൂഹികമായി, അതായത് മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുന്നത് കുറവുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് അവർക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ മരിച്ചു പോകുന്ന ആളുകളായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അവരുടെ പഠനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ആരാണ് കൂടുതൽ കാലം ജീവിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ ലോകത്ത് കൂടുതൽ കാലം ജീവിക്കുന്നത്? പറയാമോ? ആരായിരിക്കും? എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരും. അതായത് ഫാമിലിയുമായും അതുപോലെ തന്നെ മക്കളുമായും ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളുമായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ കാലം ജീവിക്കുന്നത്. ഞാൻ പറയുന്നില്ല കേട്ടോ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറയുന്നതാണ്. അപ്പോ പണം ഒരു ഫാക്ടർ ആണെങ്കിൽ കൂടിയും അതുണ്ടെങ്കിൽ കൂടുതലായിട്ട് അതുണ്ടെന്ന് കരുതി നമുക്ക് മനസ്സമാധാനം കിട്ടണമെന്നില്ല. പക്ഷെ നമ്മള് കുറച്ച് സമയം നമ്മൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെയും മക്കളുടെയും കൂടെ സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട് സർക്കിളുമായിട്ടുള്ള ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാലം, കാരണം നമ്മളവിടെ നമ്മുടെ അനുഭവങ്ങള്, എക്സ്പീരിയൻസ്, നമ്മുടെ സന്തോഷം, നമ്മുടെ ദുഃഖം, ഇതൊക്കെ എന്ത് ചെയ്യാണ്, നമ്മളവിടെ ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് റിലാക്സേഷൻ ലഭിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ കൂടുതൽ കാലം ജീവിക്കൂ എന്നാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഇത്തരത്തിൽ നമുക്ക് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽനെസ്, ഈ 3 കാര്യങ്ങളും ചേർന്ന് കഴിഞ്ഞാലാണ് ഒരു വ്യക്തിക്ക് ഹെൽത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവണം, മെന്റലി നമ്മൾ ഓക്കെ ആവണം, നമ്മൾക്ക് സോഷ്യൽ ഇന്ററാക്ഷൻസ് ഉണ്ടാകണം. ഇത് 3 ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഹെൽത്ത് ഒരു വ്യക്തിക്ക് ഉണ്ട്. പക്ഷെ ഇത് 3 കൊണ്ടുവരാനാണ് പാട് കേട്ടോ. ഫിസിക്കലി നമ്മൾ കുറെ അധികം 24 മണിക്കൂറാണ് എല്ലാവരുടെയും ജീവിതത്തിലുള്ളത്. ആ 24 മണിക്കൂറിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, പക്ഷെ നമ്മൾ അവരെ കാണുന്നില്ലെന്ന് മാത്രം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് ജീവിതം ഒരു പ്ലാൻഡ് ആയിട്ട് ഒരു ചിട്ടയോട് കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ സമയം ഉണ്ടാവും. എല്ലാവരുടെയും ഒരു പരാതി അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആർക്കും ഒന്നിനും സമയമില്ല എന്നുള്ളതാണ്, അല്ലെ? എന്തെങ്കിലും ചോദിക്കുമ്പോ അയ്യോ ഒന്നിനും സമയമില്ല കേട്ടോ, എനിക്ക് തീരെ സമയമില്ല. എന്തെങ്കിലും ചെയ്യുമ്പോ അയ്യോ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ, സമയമില്ല. അപ്പൊ അതാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും എന്തുണ്ടാകും? സമയം നമുക്ക് ലഭിക്കും. ഓക്കെ. ഇനി നമുക്ക് വെൽനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നോക്കാം. അതായത് വെൽനെസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് നമുക്ക് എല്ലാവരോടും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. സ്നേഹം കാണിക്കുക, നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹം അകത്ത് വെക്കാതെ അത് പുറത്ത് പ്രകടിപ്പിക്കുക. എന്തിനാണ് നമ്മൾ സ്നേഹം വെറുതെ ഉള്ളിൽ വെച്ചിട്ട്? ചില ആളുകളുണ്ട് ഉള്ളിൽ ഇങ്ങനെ സ്നേഹം കൊണ്ട് നടക്കും, പുറത്ത് അത് പ്രകടിപ്പിക്കില്ല, അല്ലെ? അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിലില്ലേ? ഫാമിലിയിലില്ലേ? ഉണ്ട്. പ്രകടിപ്പിക്കാറില്ല, പക്ഷെ അത് നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കണം എന്നാ പറയുന്നത്. അത് നമ്മുടെ വെൽനെസ് കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചിലരോട് മിങ്കിൾ ചെയ്യുക, അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകും, നമ്മളെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൺസിഡർ ചെയ്യുന്ന, നമ്മളെ നല്ലോണം സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെ? അപ്പോ അവരുമായിട്ട് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുക. അതും വെൽനെസ് കൂട്ടാനായിട്ട് സഹായകമാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ പോവാന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോവുക. ഇപ്പൊ നമുക്ക് ടെമ്പിളിൽ പോവാം. നമുക്കറിയാം ടെമ്പിളിലും ചർച്ചിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക, അല്ലെ? അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു സമാധാനം നമുക്ക് അല്ലെ കിട്ടും. അപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണോ അവിടേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈം നോക്കാറില്ല, അല്ലെ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ ടൈം നോക്കും, അയ്യോ സമയം കഴിയാറായോ, തീരാറായോ, ഇത് തീരാറായോ,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ടായിരിക്കും അല്ലെ. അപ്പോ അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ടൈം നോക്കില്ല, അതിൽ തന്നെ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. പിന്നെ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, നല്ല സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുക, നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക. അതിലൂടെ നമുക്ക് എന്ത് കിട്ടും, നല്ല രീതിയിലുള്ള വെൽനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കാം, ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കുക. എന്തിനോ വേണ്ടി ജനിച്ച് എന്തിനോ വേണ്ടി മരിക്കുന്നു അല്ലെ. ചില മനുഷ്യർ അങ്ങനെയാണ്. ഒരു ഓർഡർ ഉണ്ടാവില്ല, ഒരു ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടാവില്ല, ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക. ലക്ഷ്യം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നത്, ജീവിക്കാനായിട്ട് തോന്നുന്നത്. ആ ജീവിക്കാൻ തോന്നുമ്പോഴാണ് നമ്മൾ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെൽനെസ് ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, അച്ചീവ്മെന്റ്സ് ഉണ്ടാവുമ്പോൾ. നമുക്ക് എന്തെങ്കിലും സക്സസ് ഉണ്ടാവുകയാണ്, നമുക്ക് ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു റാങ്ക് കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് വിചാരിക്കുക. നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നില്ലേ. അപ്പൊ നമ്മൾ വെല്ലാണ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് അവിടെ ഡെവലപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ വെൽനെസ് അവിടെ ഇംപ്രൂവ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സുഖം, സമാധാനം, സന്തോഷം. ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് വെൽനെസ് നമുക്ക് ഊട്ടി ഉറപ്പിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ്? സുഖം, സമാധാനം, സന്തോഷം. ഓക്കെ. ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് വേണം. നമുക്ക് ആരോഗ്യമുണ്ട്, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ്, നല്ല ജോലിയുണ്ട്, പിന്നെ എന്താ പറയാ, നല്ല രീതിയിൽ ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടിൽ വന്നാല് എപ്പോഴും വഴക്കാണെന്ന് വിചാരിക്കാം. നമ്മൾ വെല്ലാവോ? വെല്ലാവോ? ഇല്ല. ഒരിക്കലും നമ്മൾ വെല്ലാവില്ല അല്ലെ. അപ്പോ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഈ സുഖം, സമാധാനം, സന്തോഷം, ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് കൂടിയാലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമുക്ക് വെൽനെസ് ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ജോലി സ്ഥലത്ത് ഒരാൾ കംഫർട്ടബിൾ അല്ല, അപ്പൊ അയാള് വെല്ലാവോ? ആവോ? വെല്ലാവില്ല. അങ്ങനെയും നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റ് വെൽനെസ് ഉണ്ട്. ക്ലൈമറ്റ് വെൽനെസ്സിനെ കുറിച്ച് ജിഷ് ടീച്ചർ പറഞ്ഞായിരുന്നു നിങ്ങളോട്. ക്ലൈമറ്റ് വെൽനെസ് ഇല്ല, അറിഞ്ഞിട്ടില്ല അല്ലെ. അതായത് നമ്മുടെ വെൽനെസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലൈമറ്റിന് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ക്ലൈമറ്റിന് ബന്ധമുണ്ട് നമ്മുടെ വെൽനെസ്സുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, സാധാരണ കേരളത്തില് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഭയങ്കര ചൂടാണ് ആണല്ലോ. ചൂട് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ മഴ പെയ്യുന്നേ. ഈ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ വളരെ അസ്വസ്ഥരാകുന്നു ഇല്ലേ. അത് ക്ലൈമറ്റ് വെൽനെസ്സാ. ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം, ഇങ്ങനെയുള്ള അത് വേണ്ട. അത് നിങ്ങൾ വിചാരിക്കും, വേറെ എക്സാമ്പിൾ, പെട്ടെന്ന് കറണ്ട് പോകുന്നു എന്ന് വിചാരിക്കാം. ഇൻവെർട്ടർ ഒന്നും ഇല്ലാത്തൊരു വീടാണെന്ന് വിചാരിക്കാം, കറണ്ട് പോകുന്നു, നമ്മൾ അസ്വസ്ഥരാകില്ലേ? എന്തുകൊണ്ടാ? ചൂട് കൂടുന്ന സമയത്തല്ലേ. ചൂട് കൂടില്ല ആ സമയത്ത്. അപ്പോ അത് ക്ലൈമറ്റ് വെൽനെസ്സുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ തണുപ്പ് കൂടുമ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ആയിരിക്കും അവർ ധരിക്കുക. അതായത് തണുപ്പിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പൊ തണുപ്പ് കൂടുന്ന സമയത്തും അവർക്ക് എന്താണ്, അവിടെ ഒരു ഇറിറ്റേഷൻ വരുന്നുണ്ട്. കാരണം ഭയങ്കര തണുപ്പാണ്, അവർക്ക് ചിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതും ക്ലൈമറ്റ് വെൽനെസ്സുമായിട്ട് നമുക്ക് എന്താ പറയാ, റിലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് സാമ്പത്തികം, ഞാൻ നേരത്തെ പറഞ്ഞു, പണം ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മുടെ അടുത്ത് ക്യാഷ് ഇല്ല, ഒന്നിനും ക്യാഷ് ഇല്ല, നമ്മുടെ വെല്ലാവോ? ഇല്ല. ക്യാഷ് ഇല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, സമാധാനം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ സാമ്പത്തികം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അത് വെൽനെസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോ എല്ലാം വെൽനെസ്സിനെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. മനസ്സിലായോ? കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയോ? ചാപ്റ്റർ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, PDF ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അതിനു മുമ്പ് ഇതിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് ആണ് ഇപ്പൊ തന്നത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ.
ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞു, മെന്റൽ ഫിറ്റ്നസ് പറഞ്ഞു, പിന്നെ സോഷ്യൽ ഇന്ററാക്ഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ മെന്റൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് കൂട്ടുന്നതിനുള്ള ടിപ്സ് പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് പോസിറ്റീവ് തിങ്കിങ്, നമ്മുടെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് നമ്മള് ക്ലൈമറ്റ് വെൽനസിനെ കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, ഓക്കെയാണ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ എടുത്ത് തുടങ്ങാം. ഓക്കെ, അടുത്ത ബുധനാഴ്ച ഈ ചാപ്റ്റർ എടുത്ത് തുടങ്ങും കേട്ടോ. എഴുതി നമുക്ക് ലെക്ചർ നോട്ടൊക്കെ നിങ്ങൾ എഴുതി വെക്കുമ്പോ നല്ലതാണ്. എഴുതി വെക്കുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. ഇത് നമുക്ക് ഇത് നോട്ടിലേക്ക് എഴുതാലോ, എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. എഴുതി വെക്കാം. ഇതൊക്കെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പരീക്ഷ പേപ്പറിൽ ഇതൊന്നും ചോദിക്കില്ല, പക്ഷെ നമ്മുടെ ലൈഫിൽ ആസ് എ മോണ്ടിസോറി ടീച്ചർ നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നമ്മള് അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന ആളുകളോട് എന്ത് ചെയ്യണം, ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളൊരു ടീച്ചർ ആവുന്നത്. ഓക്കെ, അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ആളുകളോട് ഷെയർ ചെയ്യാം. അങ്ങനെ അത് ഷെയർ ചെയ്ത് നല്ലൊരു സൊസൈറ്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എല്ലാവരും ഫിസിക്കലി ഫിറ്റ് ആണ്, എല്ലാവരും മെന്റലി ഓക്കെ ആണെന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾ ആർക്കും രോഗങ്ങളില്ല, അസുഖങ്ങളില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. എന്ത് രസമല്ലേ? ഓക്കെ, അപ്പൊ ജപ്പാനിലെ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. 108, 110 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ അവിടെ ജീവിച്ചിട്ടുണ്ട്. കാരണം നല്ല രീതിയിലാണ്. നിങ്ങളത് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. ജപ്പാനിലെ വില്ലേജിന്റെ പേര് ഞാൻ മറന്നുപോയി. യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അറിയാം, ജപ്പാൻ വെൽനസ് വില്ലേജ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ചിലപ്പോൾ അത് വരുമായിരിക്കും. അപ്പോ നല്ല രീതിയിലുള്ള ഭക്ഷണം, നല്ല ചിട്ട, ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ലോകം ആ ഗ്രാമത്തെയാണ് മാതൃകയാക്കേണ്ടതെന്നാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ആ വീഡിയോ. അപ്പൊ പറ്റുവാണെങ്കിൽ അതെടുത്ത് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. Thank you everyone for today's class. I really enjoyed learning with all of you. I am signing out now. Have a wonderful day, everyone. Thank you. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മിസ് നല്ല ഇൻട്രൊഡക്ഷനോടുകൂടി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. വെൽനെസ്സും അതെങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ടതെന്ന്. മോനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, അതാണ് കേട്ടോ, സോറി. അത് കുഴപ്പമില്ല, സാരില്ല, കുഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് വെനസ്ഡേ കാണാം കേട്ടോ. ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.